ജെയിംസ് പാറ്റേഴ്സന്റെ ഒരു കോട്ടുണ്ട്. The weird thing about devastating loss is that life actually goes on. When you're faced with a tragedy, a loss so huge that you've no idea how you can live through it, somehow the world keeps turning, the seconds keep ticking. So simple ആയിട്ട് പറഞ്ഞാൽ the show must go on. ഒരു പരിധി കൂടുതൽ പല കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചാലും വട്ടുപിടിക്കും. അപ്പോൾ ഒരുപാട് ചിന്തിക്കാതെ മുന്നോട്ട് പോകാന്നുള്ളതാണ് ഒരു കോപ്പിംഗ് മെക്കാനിസം. ഇന്നലെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൈഡേ നൈറ്റ് ആയിരുന്നില്ല. ക്രിസ്റ്റിക്ക് ഭയങ്കര ഫീവർ ആയിരുന്നു, സാം കുട്ടന് ഭയങ്കര ഫീവർ ആയിരുന്നു, വൊമിറ്റിംഗ്, അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഈ കൊച്ചു കുടുംബത്തിലില്ല. ഇവർ രണ്ടുപേരും ഇന്ന് ഏകദേശം ഒരുപോലെയുള്ള പെർഫോമൻസ് ആണ്. രണ്ടുപേർക്ക് സുഖമില്ലാത്തതുകൊണ്ട് രണ്ടുപേരും എന്നെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട്. സോ ക്രിസ്റ്റിയുടെ പനിയുടെ റീസൺ വിസ്ഡം ടൂത്ത് ആയിരുന്നു. അപ്പോൾ അതങ്ങ് റിമൂവ് ചെയ്യാനായിട്ട് പോവുമായി. എൻ്റെ ലിറ്റിൽ ഹെൽപ്പർ പനി പിടിച്ചുകൊണ്ട് നേരത്തെ ഉറങ്ങിപ്പോയി. ആ ഒരു ഇത്തിരി സമയത്തിൽ ഒരു 30 മിനിറ്റ് കൂടിപ്പോയാൽ അവൻ ഉറങ്ങും. ആ സമയം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചേ. ഈ ചെടി ഞാൻ കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു ഒന്ന് അകത്തേക്ക് വെക്കണമെന്ന്. പുറത്തെ ഭയങ്കര കാറ്റാ, മുഴുവൻ സമയം ഇവിടെ ഭയങ്കര കാറ്റാ. അത് ഒരു തരത്തിൽ നല്ലതും ഒരു തരത്തിൽ മോശമാണ്. എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരി അടുത്ത് എന്നോട് പറയുവാണേ, എൻ്റെ ബെഡ്ഷീറ്റ് കാണുമ്പം വെട്ടി ചുരിദാർ അടിക്കാൻ തോന്നുന്നു. കോമെന്റ് ഇഫ് യു എഗ്രി. ഈ അടുത്ത കാലങ്ങളിലായി ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിഭാസം ഞാൻ നിങ്ങളോട് വിവരിക്കട്ടെ. ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഗ്യാതറിങ്ങോ പാർട്ടിയോ അങ്ങനെ എവിടെയെങ്കിലും പോയാൽ കുറച്ചൊക്കെ സാധാരണ ചിറ്റ് ചാറ്റ് ചെയ്തതിന് ശേഷം ദി അതർ പേഴ്സൺ വിൽ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഡു അതർവൈസ്? കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അങ്ങ് സ്റ്റക്കായി പോയി, എന്താ പറയണ്ടേന്ന് അറിയാം. പെട്ടെന്ന് എനിക്ക് വന്ന ഉത്തരം എന്തായിരുന്നോ, ഐ എം എ ഹോം ഗോഡസ്. ഞാനതങ്ങ് പറഞ്ഞു. ആൻഡ് വി ബോത്ത് സ്റ്റാർട്ടഡ് ലാഫിംഗ് ലൈക്ക് എനിത്തിങ്. വി ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ലാഫ്. എങ്ങനെയാണ് ആ ഒരു കാര്യം റിലേറ്റ് ആയതെന്നും എന്തുകൊണ്ടാണ് ഞങ്ങൾ അത്രയും സന്തോഷിച്ചതെന്നൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ല. ജീവിതത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും 50-50 ആയിരിക്കണം. ഇഫ് ഇറ്റ്സ് നോട്ട് 50-50, ഇറ്റ് ഇസ് ഡിസ്ഫങ്ഷൻ. സോ ഡിസ്ഫങ്ഷൻ അക്കോർഡിംഗ് ടു മീ ഇസ് നോട്ട് ലവ്. സോ ലവ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് എക്സിസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഈ ചിന്ത വളരെ തെറ്റാണെന്ന് റിയലൈസ് ചെയ്യാൻ ഞാൻ ഒത്തിരി ഇയേഴ്സ് എടുത്തു. ഇപ്പൊ എനിക്കറിയാം, ചിലപ്പോൾ അത് 90-10 ആയിരിക്കും, ചിലപ്പോൾ അത് 60-40 ആയിരിക്കും, ചിലപ്പോൾ അത് പിന്നെ 50-50 ആകും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്, ലൈഫ് ഈസ് ആൻ ആർട്ട്. And the art of living can only be mastered through living and experiencing life. സോറി ഞാൻ പറഞ്ഞ് കാട് കയറിയത് അറിഞ്ഞില്ല. ഇങ്ങനെ ഇരുന്ന് വേദാന്തം അടിക്കാൻ നല്ല സുഖമാണ്, പക്ഷെ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് സാമുനെ കൊണ്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. കൊച്ചിന്റെ എല്ലാ കാര്യവും നോക്കുന്നതിനിടയ്ക്ക് ഞാൻ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നു, അത് ഞാൻ തന്നെയാണ്. സോ ഇന്ന് ഞാനൊരു യോഗ മാറ്റൊക്കെ എടുത്തിറങ്ങി കുറച്ച് വർക്കൗട്ട് ചെയ്യും എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തായിരുന്നു. ഇത്തിരി എന്തെങ്കിലും വർക്കൗട്ട് ഒക്കെ ചെയ്താൽ ഞാൻ ഹാപ്പിയായി. ഞാൻ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഹാപ്പിയായി. എന്താല്ലേ എൻ്റെ ഒരു കാര്യം.